നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ജസ്റ്റിസ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ ഒരു നീതി മുന്നോട്ട് ഈ റിലേഷനിൽ വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇപ്പം അത്രയും വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്, നിങ്ങൾ ഈ റിലേഷൻ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു പെയിനിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഉള്ള ആ ഒരു സത്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള ആ ഒരു ശരി, അതിൻ്റെ കൂടെ യൂണിവേഴ്സ് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട്, അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് വരും എന്നുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. 7 ഓഫ് സോർഡ്സ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ മുൻപ് നടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ വാക്കുതർക്കങ്ങളോ സംസാരങ്ങളോ വിഷയങ്ങളോ ഒക്കെ നടന്നിട്ടുണ്ടാവാം. അതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരത് മനസ്സിൽ തന്നെ വെച്ചിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. അവരുടെ മനസ്സിൽ ഓരോ സംഭവങ്ങളും ചിലപ്പോൾ ആ സമയത്ത് അവർ ഓക്കെ, അത് നിങ്ങൾ തമ്മിൽ സോൾവ് ചെയ്ത് അവർ ഓക്കെ കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോവാം, ഞാനത് മറന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിൽ സ്റ്റോർഡ് ആണ്. ഇപ്പം എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അങ്ങനെ മനസ്സിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു പേഴ്സണാണ് ഇവർ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 3 ഓഫ് വാൺസ് എനർജിയാണ്. അപ്പം ഇവിടെ ആ ഒരു പ്രശ്നങ്ങളിലോട്ട് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പം മുൻപ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിലോട്ട് അവർ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേക്കുറിച്ച് ചിന്തിക്കുന്നു. അന്ന് ഇങ്ങനെ പറഞ്ഞു, അന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അന്ന് ആ രീതിയിലാണ് അവർ എന്നെ ട്രീറ്റ് ചെയ്തത് എന്നൊക്കെ അവർ പഴയ കാര്യങ്ങൾ ഇപ്പോഴൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എല്ലാം മുന്നോട്ട് നോക്കുന്നത്. അല്ലെങ്കിൽ റിലേഷനിൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് കാര്യങ്ങളെ കാണുന്നത് കൊണ്ട് തന്നെ അവരെപ്പോഴും ഈ ഒരു റിലേഷനിൽ കുറച്ച് കൂടുതൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. എപ്പോഴും നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് നിങ്ങളോട് പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംസാരം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതിൻ്റെ റീസൺ അവർ മുൻപ് കഴിഞ്ഞ കാര്യങ്ങൾ കൂടി കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും അതിനെ കാണുന്നത് എന്നുള്ളതാണ് കേട്ടോ. 3 ഓഫ് സോർഡ്സ് എനർജിയാണ്. അന്ന് പറഞ്ഞ കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള മുറിവ് ചിലപ്പോൾ നിങ്ങളെ അതുപോലെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷെ അവരുടെ മനസ്സിലുള്ള മുറിവുകൾ അവർ അതുപോലെ തന്നെ കൊണ്ടു നടക്കുകയാണ്. അവരുടെ മനസ്സിൽ നിന്ന് അത് റിമൂവ് ചെയ്ത് പോയിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് അവരത് എടുത്ത് കളഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു മുറിവിലോട്ട് വീണ്ടും വീണ്ടും മുറിവാവുന്ന പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ കാര്യങ്ങളെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയ രീതിയിലൊരു ഇഷ്യൂ വരുമ്പോൾ തന്നെ അവർ അത്രയും പെയിൻഫുൾ ആവുന്നു, അല്ലെങ്കിൽ അത്രയും റിയാക്ട് ചെയ്യുന്നുണ്ടാവും. ചെറിയ കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് ഇവർ ഇത്രയും റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. അതൊക്കെ ഇവർ മുൻപ് കഴിഞ്ഞ കാര്യങ്ങൾ കൂടി മനസ്സിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് അവർ റിയാക്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അവർ ഒരുപാട് മാറി നിൽക്കാൻ ശ്രമിക്കുന്നത്, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോകുന്നത്. അപ്പം ഈ ഒരു പെയിൻ മാറി ഓക്കെ ആകുമ്പോൾ മാത്രമേ അവർ വീണ്ടും തിരിച്ചു വരുള്ളൂ എന്നുള്ളതാണ് കാണിക്കുന്നത്. പേജ് ഓഫ് വാൺസ് എനർജിയാണ്. അവരുടെ മനസ്സിലുള്ള ആ ഒരു വിഷമം മാറിയതിനു ശേഷം എന്തായാലും അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന എനർജി തന്നെയാണ്. അവർക്ക് ഈ റിലേഷൻ വിട്ടു പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ഒരു സംസാരം പോലും അവരെ അത്രയും വിഷമിപ്പിക്കുന്ന എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ഇവിടെ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായതിന്റെ പേരിലായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും സംസാരവും ഒക്കെ ഉണ്ടാവുന്നത്. മറ്റൊരു പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഈ റിലേഷൻ ഉണ്ടാവാം. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള സംസാരം ഉണ്ടാവുമ്പോൾ അവർക്ക് വേദനിക്കുന്നുണ്ടോ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവരെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ അവരെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. മറ്റൊരാൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ള ഒരു തോന്നലും അവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഈ റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം.
കോൺവെർസേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, പക്ഷെ പെട്ടെന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല, കുറച്ച് സമയം എടുത്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. സാവധാനം മാത്രമേ അവർ റിലേഷനോട് തിരികെ വരുള്ളൂ. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം കേട്ടോ. നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഈ റിലേഷനെ നെഗറ്റീവായിട്ട് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് നെഗറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ആ തേർഡ് പാർട്ടി ആയിരിക്കാം. കുറച്ചുകൂടി നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞു കൊടുക്കുന്നത്, അവരെ മനസ്സിലാക്കുന്നത്. ചിലപ്പം നിങ്ങൾ തമ്മിലെ റിലേഷൻ്റെ പ്രശ്നങ്ങൾ അവർ മറ്റൊരു പേഴ്സണോട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇവരെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ റിലേഷനിലെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയില്യം, മലപ്പുറം, ഇടുക്കി, ലെറ്റർ വൈ, ചോതി, തിരുവനന്തപുരം, കോഴിക്കോട്, അശ്വതി, വിശാഖം, 1996, കാർത്തിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.